ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മുടെ കുറച്ച് ഈ ലാസ്റ്റ് ഒരു 1 മന്തിനുള്ളിലായിട്ട് കുടുംബശ്രീയുടെ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ജില്ലകളിലായിട്ട് തൃശ്ശൂർ, കൊല്ലം, കോട്ടയം ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ മാസം തൃശ്ശൂർ വെച്ച് നടന്ന ഈ ഒരു അവാർഡ് ഫംഗ്ഷനിലെ അവതാരിക നമ്മുടെ TJ രവി സാറിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ഒരു ചെറിയൊരു ക്ലിപ്പായിട്ട് ഞാൻ കൊടുത്തിരിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ മനോഹരമാക്കി സ്ക്രീൻ ചെയ്ത ഒരാളാണ്. അപ്പൊ അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല, യൂട്യൂബ് ഇല്ല, ട്രോളന്മാരില്ല, ട്രോളൊന്നും വന്നിട്ടില്ല സാറിന്. കാരണം അന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഈ സോഷ്യൽ മീഡിയ ഇല്ല. സാറിന്റെ ആ സമയത്തായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. സോഷ്യൽ മീഡിയ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഇത്ര നല്ലൊരു അടിപൊളി ഒരു ക്ലിയർ ആയിട്ടാണ് ചോദിക്കുന്നത്. മീര അനിൽ എന്ന നമ്മുടെ മലയാളം അവതാരിക. ഇതെന്ത് തോന്നുന്നു കണ്ടിട്ട്? സ്ക്രീനിൽ ഇത്രയും മനോഹരമായിട്ട് ബലാത്സംഗം ചെയ്ത സാറിന് അപ്പോഴൊന്നും ട്രോളുകളൊന്നും വന്നിട്ടില്ല. കാരണം അന്ന് സോഷ്യൽ മീഡിയകളൊന്നുമില്ല. ഇത്രയൊരു പൊതുവേദിയിൽ ഈ ഒരു സമയത്ത് ചോദിക്കാൻ പറ്റിയ കറക്റ്റ് ചോദ്യം, വേറെ ഒരു ഉപമയും കിട്ടിയില്ല. അദ്ദേഹം കറക്റ്റായിട്ടൊരു മാന്യമായിട്ടുള്ളൊരു മറുപടിയും കൂടെ കൊടുത്തു. ഇപ്പം ഇന്നായിരുന്നെങ്കിൽ ഈ മമ്മൂട്ടിയുടെ കാട്ടിയും ആരാധകർ എനിക്കുണ്ടായേനെന്ന്. അതിലാണ് ഈ ഒരു സീൻ അവസാനിക്കുന്നത്. എന്നിട്ട് ബാക്കി അവാർഡ് കൊടുക്കുന്നു, ഫംഗ്ഷൻ ബാക്കി. ഈ അവതാരകർക്ക് ഇപ്പം എന്തും ചോദിക്കാമെന്നുള്ള ഒരു ഇതായി. അതായത് ചോദിക്കുന്ന ചോദ്യത്തിൽ ആരോടാണ് ചോദിക്കുന്നത്, ചോദ്യത്തിൽ എങ്ങനത്തെ ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ഈ മനോഹരമായിട്ട്, ഇപ്പം സ്ക്രീനിലെ കേസാണ് പറയണേ എങ്കിൽ പോലും മനോഹരമായിട്ട് ബലാത്സംഗം ചെയ്യാൻ പറ്റുക, അത് മനസ്സിലാവണില്ല. അതെങ്ങനെയാണ് ഈ ബലാത്സംഗങ്ങൾ എത്ര മനോഹരമാവുന്നത്? അവർക്ക് എത്ര വിവരമുണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി, അതും ഈ ഒരു പൊതുവേദിയിൽ. വേറെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ കാരണം അടച്ചൊന്ന് കൊടുത്തേനെ, സത്യം പറയാല്ല. എന്തൊക്കെ ചോദ്യങ്ങളാണെന്തോ ചോദിക്കുന്നത്. ഇവർക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലേ? ഇപ്പോൾ ആരത്തെന്ത് ചോദിക്കണമെന്ന് ഒരു ഇതുമില്ല. എന്താ ഇപ്പം ഓരോരോ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ കാലിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുപ്പിങ്ങ് വരും. ആലോചിച്ച് നോക്ക്, ഇത്രയും ഒരു വലിയൊരു പൊതുവേദി, എൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. സോഷ്യൽ മീഡിയ അന്നും ഇന്നും, അതായത് ട്രോളുകളൊന്നും അന്ന് ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴാണ് ഈ ട്രോളുകളും ബാക്കിയൊക്കെ ഭയങ്കര ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ബാക്കി എല്ലാത്തിൻ്റെ ഒരു ഭയങ്കര റീച്ചിലായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് ഇവർക്ക് വേറെ ഒരു ഉപമയും കിട്ടിയില്ല. ഇത് മാത്രമേ ചോദിക്കാൻ കിട്ടിയതുള്ളൂ. അത് ഇതുപോലൊരു പൊതുവേദിയിൽ ഇത്രയൊക്കെ വിവരമില്ലായ്മ പ്രവർത്തിക്കുന്നവർക്ക് എന്തിനാണ് ഇതുപോലത്തെ ഓരോ ഫംഗ്ഷനൊക്കെ വെക്കണേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവതാരികയൊക്കെ ആയിട്ട് ഇപ്പം ഇതിൽ മാത്രമല്ല, വേറെയും ചില ഓരോന്നിനകത്ത് ഒരു തീർത്ത ഒരുമാതിരി എന്താ കഴുപ്പണം കെട്ട ചോദ്യങ്ങളൊക്കെയാണ് മിക്ക അവതാരകന്മാരും പറയുന്നത്. ഇവർ കൂടുതൽ ഈ സോഷ്യൽ മീഡിയ ഇപ്പം അറിയാമല്ലോ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും കാണുന്നതുമാണ്. പക്ഷേ പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഒരു നിലവാരമില്ല. നിലവാരം ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നല്ലൊരു മറുപടികൾ കിട്ടും. ചില സമയങ്ങളിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് എപ്പോഴും ഒരു കാമായിട്ട് തിരിച്ച് അവരുടെ ആ ചോദ്യങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരെ ആ ടെമ്പർ തെറ്റിപ്പോവും. ആ സമയത്ത് അവതാരികയോട് ഇന്ന ആൾ പ്രതികരിച്ച് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ അത് കേസായി, അങ്ങനെയായി, ബാക്കിയുള്ള കേസുകളായി, അതങ്ങ് പോവും. ഇതൊക്കെ ഒരു മാറേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനെന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇവർ ചെയ്യുന്നതിന് എന്തെങ്കിലും നിയന്ത്രണങ്ങളോ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ഒരു നാവ് കിടക്കണുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും ചോദിക്കാനുള്ള ഒരു നിലവാരത്തിലോട്ട് പോവുകയാണ്. ഇവരൊരു മൈക്കും കൊടുത്തു വിട്ട് ഒരാളെ ഇൻ്റർവ്യൂ എടുക്കാൻ എന്തെങ്കിലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, ആളെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പേഴ്സണൽ ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ, വേറെ എന്ത് വൃത്തികെട്ട ചോദ്യങ്ങളും ആയിക്കോട്ടെ, അതുവരെ ചോദിക്കാനുള്ള ഒരു ഇതാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങളത് കണ്ടില്ലേ ചിരിച്ചോണ്ടിരിക്കണത് ആൻസർ കേട്ട് ഇന്ന് കിടന്ന് ചിരിക്കുകയാണ്. ഒരു വിവരമില്ലാത്ത ഓരോരോ സാധനങ്ങൾ ചോദിക്കാൻ പറ്റിയ ചോദ്യവും. കാലത്തിൻ്റെ പോക്കും ഇപ്പം വരുന്ന ഇതുപോലത്തെ ഇത് പഴയ ഇപ്പം ഈ ഒരു ആളൊക്കെ ഭയങ്കര മുമ്പേ എത്ര വർഷങ്ങളായിട്ടുള്ളതാണ്.
പക്ഷെ ഇവർക്കൊക്കെ നല്ല ചോദ്യങ്ങളും ബാക്കി കാര്യങ്ങളും ഇത്രയും വർഷത്തെ അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഒരു പൊതുവേദിയിൽ ഇങ്ങനത്തെ ഒരു നിലവാരമില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണോ ചോദിക്കുന്നത്? അവർക്ക് അതിൻ്റെ ഉള്ളൊരു എത്രയോ ഉപയോഗങ്ങളുണ്ട് ചോദിക്കാൻ. ഇവർക്ക് ഇത് മാത്രമേ കിട്ടിയുള്ളൂ. സ്ക്രീനിൽ ബലാത്സംഗങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ചെയ്ത സാറിന് ട്രോളുകളൊന്നും അന്ന് കിട്ടിയില്ല. ഇപ്പോഴായിരുന്നെങ്കിൽ എന്തായിരുന്നേനെന്ന്. ഓഫ്, കൊള്ളാം. ബലാത്സംഗവും മനോഹരമായി ചെയ്തിട്ടുള്ള ബലാത്സംഗം വളരെ മനോഹരമായിരിക്കുന്നു. ഇത് ഞാൻ പിന്നെ വേറെ ഇതിലൊന്നും കണ്ടിട്ടില്ല. യാദൃശ്ചികമായിട്ട് കണ്ടപ്പം പെട്ടെന്ന് അതെന്തോ ഇങ്ങനെ നമുക്കിത് ചിലത് കാണുമ്പോൾ ഒരു തള്ള വരയുന്ന ഒരു അരിപ്പ് വരുമല്ലേ, അതേപോലെ ഇത് എന്തുവാ ഇത്? എൻ്റെ പൊന്നി, നിലവാരം കെട്ട ഓരോരോ സംസ്കാരവും ഇല്ല, വിവരവും ഇല്ല, ബുദ്ധിയും ഇല്ല. ചോദിക്കണ ചോദ്യങ്ങൾക്കാണെങ്കിലാ മറുപടിയല്ല, നല്ല അടിയാണ് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ. അയ്യോ, ഇതൊക്കെ ഇനിയിപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നാവും തോന്നുന്നു. ഇവർക്കൊക്കെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, എന്നിട്ടും ഇവർക്ക് ഇങ്ങനെ ആയിപ്പോയില്ലോ ഭഗവാനെ. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്, കാലവും അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിലുള്ള ഓരോരോ ചോദ്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇപ്പം നടന്ന് പൊക്കുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ, ഇതിനൊരു മാറ്റം വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.